കണ്ണൂരിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ തന്നെ കളത്തിലിറങ്ങിയതോടെ പോരാട്ടം കടുക്കും. അനിശ്ചിതത്വത്തിനൊടുവിൽ കെ.പി.സി.സി പ്രസിഡന്റ് പദവിയും എം.പി സ്ഥാനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അനുമതി കിട്ടിയതോടെയാണ് സുധാകരൻ മത്സരത്തിന് തയ്യാറായത്. സുധാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ജില്ലയിലെ പ്രവർത്തകരും നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിലാണ്. കുമ്പക്കുടി സുധാകരൻ കണ്ണൂരിന്റെ ഇടതുകോട്ടയിൽ പൊരുതി നിന്ന പടയാളി ഒരു വട്ടം കൂടി അംഗത്തിനിറങ്ങുകയാണ്. പഴയ പ്രതാപത്തോടെ ഒരംഗത്തിന് കൂടി ബാല്യമുണ്ടെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. മലബാറിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരേയൊരു കോൺഗ്രസ് നേതാവാണ് കെ സുധാകരൻ. 18 വർഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയം മാത്രമറിഞ്ഞ കണ്ണൂർ മണ്ഡലം 1999 എ.പി. അബ്ദുള്ളക്കുട്ടി ഇടതുപക്ഷത്തിനായി അട്ടിമറിച്ചു. പിന്നീട് കണ്ണൂരിൽ യു.ഡി.എഫ് ജയിക്കുന്നത് സുധാകരനിലൂടെയാണ്. അന്ന് കെ സുധാകരന്റെ ഭൂരിപക്ഷം 43,551. എന്നാൽ 2014 CPIM-ന്റെ പി.കെ. ശ്രീമതി ടീച്ചറോട് മുട്ടുമടക്കേണ്ടി വന്നു. പോരാട്ടവീര്യം പക്ഷേ തളർന്നില്ല. 2014 പരാജയപ്പെട്ട 6,566 വോട്ടിന്റെ 14 ഇരട്ടി വോട്ടിന് 2019 അതേ ശ്രീമതി ടീച്ചറോട് വിജയിച്ച് പ്രതികാരം തീർത്തു. വീണ്ടും മത്സരത്തിനായി കളത്തിലിറങ്ങുമ്പോൾ വിജയമല്ലാതെ മറ്റൊന്നും സുധാകരന് സങ്കല്പിക്കാൻ കഴിയില്ല. തോറ്റാൽ പല തരത്തിൽ പ്രത്യാഘാതങ്ങളുണ്ടാകും. കെ.പി.സി.സി പ്രസിഡന്റ് പദം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. രാഷ്ട്രീയ വിരമിക്കലിന് നിർബന്ധമായേക്കും. അങ്ങനെ പലതാണ് കെ സുധാകരന് കണ്ണൂരിൽ വിജയിക്കേണ്ട അനിവാര്യത. പ്രവർത്തകരുടെയും ജില്ലയിലെ നേതാക്കളുടെയും വികാരം കൂടി കണക്കിലെടുത്താണ് കെ സുധാകരൻ മത്സരത്തിനിറങ്ങുന്നത്. നിസ്സാരനല്ലാത്ത എതിരാളി സുധാകരന്റെ മത്സരം കനപ്പിക്കും. കണ്ണൂരിൽ പോരാട്ടം തീപ്പൊരി പാറും. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.